ഇതിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിനെ കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ എങ്ങനെ നടത്തി എന്നുള്ളതായ വലിയൊരു സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ആയിരുന്നാൽ അതിൻ്റെ കേൾവിക്കാർക്കെല്ലാം വളരെയധികം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം, കർത്താവ് തന്നെ നടത്തിയ വിധങ്ങൾ, വഴികൾ, കർത്താവ് തന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു എല്ലാം നമുക്ക് ശ്രദ്ധയോടെ ആയിരുന്നു കേൾക്കാം. അതിനായി കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷമായിരിക്കുന്നോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ദേവദാസനെ? വീട്ടിൽ ഞാനും ഭാര്യയും 2 മക്കളും, 2 പിള്ളേരും. ഓക്കെ. കർത്താവിൻ്റെ വേല ദേവദാസനെ ഏത് രീതിയിലാണ് ചെയ്യുന്നത്? ഞങ്ങള് പരസ്യങ്ങള്, ട്രാക്ട് വിതരണങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. കർത്താവ് ഉപയോഗിക്കട്ടെ, അനേകർക്ക് പ്രയോജനമാക്കി തീർക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രിയ ദൈവദാസനെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാൻ, കർത്താവ് തന്നെ എങ്ങനെ കണ്ടുമുട്ടി എന്നൊക്കെ ഉള്ളത് സംസാരിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ, നിങ്ങളുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ പാസ്റ്റേ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. ദൈവദാസന് ആ സാക്ഷ്യം നന്നായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് ഈ ജോയ്സ് ടി വിയിലൂടെ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയെ നിൽപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ പേല ജോയ്സ് ടി വിയിലെ ആൻറ്റി, മറ്റുള്ള എല്ലാ പ്രവർത്തകർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള നന്ദിയും വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ലോകത്തിൻ്റെ എമ്പാടും ഇരുന്ന് ഈ ജോയ്സ് ടി വിയിലൂടെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് ചിങ്ങവനത്ത് ന്യൂഡിയൽ ചർച്ചക്കോടിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ വീട്, ഞാൻ ജനിച്ചതും വളർന്നതും കോട്ടയം ജില്ലയിൽ പാക്കിൽ എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. അവിടെയാണ് എൻ്റെ പിതാവും ജനിച്ചതും വളർന്നതൊക്കെ. അതായത് എൻ്റെ പിതാവിൻ്റെ കാര്യം തൊട്ട് ഞാൻ പറഞ്ഞാൽ, എൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കൾക്ക് അവർ 9 മക്കളാണ്. 2 പെണ്ണും 7 ആണും. മൂത്തത് 2 സഹോദരിമാരാണ്. അതിനുശേഷം എൻ്റെ പിതാവ് ജനിച്ചു. അതിനുശേഷം 6 സഹോദരന്മാർ താഴേക്ക്. അങ്ങനെ ഒരു 9 മക്കൾ. എൻ്റെ അമ്മയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തിനടുത്തുള്ള പുത്തനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു അമ്പലമൊക്കെ ഉള്ളൊരു വീട്ടിലാണ് അമ്മ ജനിച്ചു വളർന്നത്. അവർ 4 സഹോദരിമാരാണ്. ഇപ്പോൾ നിലവിൽ ഒരു സഹോദരി ഉള്ളൂ. ബാക്കിയുള്ള എൻ്റെ അമ്മ ഉൾപ്പെടെ 3 പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയായിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 6 മക്കളാണ്. 4 സഹോദരിമാരും 2 സഹോദരന്മാരും. എൻ്റെ 3 പേര് സഹോദരിമാരാണ്. ഞാൻ 4-ാമനാണ്. എൻ്റെ നേരെ ഇളയത് ഒരു സഹോദരി, അതിൻ്റെ ഏറ്റവും ഇളയത് സഹോദരൻ. എൻ്റെ വാലിയോ കമ്മാരോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ദേശത്തിനാണ് താമസിക്കുന്നത്. അത് തന്നെയല്ല, എൻ്റെ വെല്ലിച്ചിന് കെട്ടിയിരിക്കുന്ന ഒരു 10 സെൻറ്റ് സ്ഥലത്ത് ഒരു 4 വീടാണ്. 10 സെൻറ്റ് സ്ഥലത്തിനകത്തൊരു 4 വീട്. എൻ്റെ അച്ഛനൊരു വീട്, അതായത് ഞങ്ങൾ താമസിക്കുന്ന വീട്. പിന്നെ അച്ഛൻ്റെ 3 സഹോദരന്മാർ, അങ്ങനെ 4 വീടാണ് ആ 10 സെൻറ്റിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താമസിച്ചു വരുന്നു. എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 വരെ പഠിക്കാനായിട്ട് സാധിച്ചു. 10ൽ ഞാൻ ജയിച്ചു. എന്നാലും തുറന്നുള്ള വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എൻ്റെ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു. എൻ്റെ പിതാവ് കൊണ്ടുവന്നിട്ട് വേണം എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഒരു വിശ്വകർമ്മ കുടുംബത്തിൽ, അതായത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ്. അങ്ങനെ ഞങ്ങൾ ആ ജോലി ചെയ്തു വരുന്നവരാണ്. അങ്ങനെ പിതാവ് ഒറ്റയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം 3 സഹോദരിമാർ വിവാഹപ്രായമായിരിക്കും നിൽക്കുന്നത്. ഞാനിങ്ങനെ തുടർന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അങ്ങനെ പിതാവിനോട് കൂടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് 1982, 84 എൻ്റെ പിതാവിൻ്റെ കാലിൽ ആണി എന്നൊരു അസുഖം വന്നു. പിതാവിൻ്റെ വലത്തെ കാല് മുട്ടിൽ താഴെ വെച്ച് മുറിച്ച് കളയാനിടയായി. പിന്നെ ജോലിക്കൊന്നും പോകാതായി. എന്നാലും ഞങ്ങൾ IRDP ലോൺ എടുത്ത് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ചെറിയൊരു മാടക്കടയിട്ട് പിതാവ് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഞാൻ ജോലിക്കായി കടന്നു പോകും. എന്നാലും ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു കാരണമെന്ന് പറയാൻ, 1994 ജൂൺ മാസം 4-ാം തീയതി ഞങ്ങളുടെ കുടുംബത്തിൽ, ഈ 4 വീട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നു. അതിനോടനുബന്ധിച്ചാണ് എനിക്ക് ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. അതെന്താണ് ഞാൻ വിവരിക്കാം. അതായത് 1994 ജൂൺ മാസം 4-ാം തീയതി ആ മരണം നടന്ന വീട്ടിൽ അതിൻ്റെ അനന്തകർമ്മങ്ങൾ, അനന്തമായിട്ടുള്ള തുടർന്നുള്ള കർമ്മകാര്യങ്ങളൊക്കെ ചെയ്യാൻ തക്കനായിട്ട് കടന്നു വന്നിരിക്കുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ദോഷങ്ങളും ശാപങ്ങളൊക്കെ ഉണ്ട്. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ പണ്ട് വച്ചാരാധനയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നുള്ള തലമുറ അത് അനുഷ്ഠിക്കാതെ വന്നപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ശാപങ്ങൾ, പിന്നെ ആ മരിച്ച ദിവസം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അതിൻ്റെതായിട്ടുള്ള ദോഷമുണ്ട്. ഒരു 5 മരണം വരെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും എന്ന് പറയാനിടയായി. അതിന് വേണ്ടിയിട്ട് വലിയൊരു ഹോമം കാര്യങ്ങളുണ്ട്. അതിൻ്റെ പിതാവിൻ്റെ സഹോദരന്മാരും അവരെല്ലാം ഒത്തൊരുമിച്ച് എന്ത് ചെയ്യണം, അതിനുള്ള സാമ്പത്തികം ഒരുക്കി ആ ഹോമം നടത്തി അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ പിതാവും അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരന്മാരും ഞാനെല്ലാം ഉൾപ്പെടെ ഒരു മദ്യത്തിൻ്റെ അടിമയിലായിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും മദ്യപാനികളാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ബാക്കിയുള്ള പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾ മദ്യം കുടിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഈ ഹോമം കാര്യങ്ങളൊക്കെ നടത്തുവാനായിട്ടുള്ള പൈസ എവിടുന്ന് കിട്ടും? അത് കാരണം അത് അവർക്ക് കിട്ടുന്ന പൈസയ്ക്ക് അവർ മദ്യപിക്കാൻ പോകുന്നു, അതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു? അവരൊന്നും വില കൊടുത്തില്ല, അതിനൊന്നും ഇറങ്ങി തിരിച്ചുമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് 5-ാമത്തെ ദിവസം തൊട്ട് 16-ാമത്തെ ദിവസം വരെ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് അവിടെ ഹോമവും കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ആ വീട്ടിൽ. അങ്ങനെ 4-ാമത്തെ ദിവസം രാത്രി ഞങ്ങൾ ഈ 4 വീട്ടിലെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് ഒരു ബലിപ്പുര എന്ന് പറഞ്ഞ ഒരു പെര കെട്ടണം. ആ പെരയെല്ലാം രാത്രിക്കാലം ചെന്ന് കെട്ടി ഒരു 10 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയി. ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാണ്. പക്ഷെ അന്ന് അർദ്ധരാത്രിയിൽ ഞാനിങ്ങനെ ഭയപ്പെട്ട് എന്തോ കണ്ട് ഭയപ്പെട്ട് ഞാൻ എഴുന്നേക്കുകയാണ്. പക്ഷെ അതുവരെ ഞാനൊന്നും കണ്ട് ഭയപ്പെട്ടിട്ടില്ല. പക്ഷെ അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചില്ല. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മരണകരമായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചങ്കനകത്ത് ഭയങ്കര വേദന ഉണ്ടാകുന്നു. മരണത്തിൻ്റെ ഭീതി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ ചാടി എഴുന്നേറ്റ്. വീട്ടിലുള്ള അച്ഛനെ, അമ്മ, സൗകര്യമാരെല്ലാവരെല്ലാം എഴുന്നേറ്റ് എൻ്റെ ഈ വെപ്രാളം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കും ഭയങ്കര ഇതായിട്ട് തോന്നി. എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറയും, ഒന്നും കണ്ടിട്ട് പേടിച്ചിട്ടില്ല. പക്ഷെ അന്ന് വരെ ഞാനൊന്നും കണ്ട് പേടിച്ചിട്ടില്ല. കാരണം ഞാൻ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞു വരുന്നതും അതുപോലെ സിനിമ എല്ലാം കഴിഞ്ഞു വരുന്നതൊക്കെ രാത്രിയിലാണ്. അർദ്ധരാത്രിയിലും വെളുപ്പിനെയൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. പക്ഷെ അന്നൊന്നും ഞാൻ കണ്ട് പേടിച്ചിട്ടില്ല. പക്ഷേ അന്ന് രാത്രി എനിക്ക് കടന്നുറങ്ങാൻ സാധിച്ചില്ല. എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ അതിനു മുമ്പായിട്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നേരെ മൂത്ത സഹോദരിയും നേരെ ഇളയ സഹോദരിയും ഇവർ രണ്ടുപേരും ഈ പള്ളികളിലൊക്കെ ഈ 8 നോയമ്പുണ്ട്. 8 നോയമ്പെന്ന് പറഞ്ഞുള്ളൊരു ആചാരമുണ്ട് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ. അപ്പോൾ 8 നോയമ്പ് എടുക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾക്ക് വേണ്ടി 8 നോയമ്പ് എടുക്കാൻ പോകുന്നതാണ്. അങ്ങനെ ചെന്ന് ഇവരെന്ത് ചെയ്തു? യേശുവിനെ അറിയാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ബന്ധത്തിൽ നിന്ന് അവർ വിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന് അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാനിതിനെ വിലക്കിയിട്ടൊക്കെ ഉണ്ട്. ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ തന്നെ വിലക്കിയിട്ട് ശാസിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും വിലവെച്ചില്ല. കാരണം യേശുവിൻ്റെ സ്നേഹം അവരിൽ അതുപോലെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അവർ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ കഴിയാതെ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഇളയ സഹോദരിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ചെറിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിച്ചു. പക്ഷേ എനിക്ക് അന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാവരും എനിക്ക് സമാധാനം ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു എന്നെ കിടത്തിറക്കി. പക്ഷെ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കിനും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സന്ധ്യയായി കഴിയുമ്പോഴത്തേനും പിന്നെ എൻ്റെ പ്ലാൻ മാറും. എന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതെന്ന് വിചാരിച്ച് ഞാനെന്താ പൗതിമാ ജോലിക്കായി പിന്നെ അങ്ങനെ ഓടിപ്പോകും. അങ്ങനെ ആദ്യം മരിച്ച അച്ചാച്ചൻ്റെ 15-ഉം 16-ഉം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ ജോലിക്കായിട്ട് കടന്നു പോവുകയാണ്. പോകുമ്പോഴത്തേക്കിന് എൻ്റെ പിതാവ് തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. അത് കാരണം ഞാനൊന്ന് ചോദിച്ചോലൊന്നും പറഞ്ഞില്ല. ഞാനങ്ങ് പോയി ജോലിക്ക് അങ്ങ് പോയി. ഒരു 10 മണി ആയപ്പോഴത്തേക്കിന് ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു 10 മണി ആയപ്പോഴത്തേക്കിന് ഒരു ഓട്ടോയിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പല ആൾക്കാരും ആ ഓട്ടോയിലുണ്ട്. അവരെല്ലാം കടന്നു വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങളുടെ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്, അപ്പം അങ്ങോട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും ആ ഓട്ടോയിൽ കയറി ആശുപത്രിയിൽ പോവുകയാണ്. കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കാഷ്വാലിറ്റിയിൽ എൻ്റെ പിതാവിനെ ഇട്ടിരിക്കുകയാണ്, സ്ട്രെച്ചർ ഇട്ടിരിക്കുകയാണ്. നേഴ്സുമാരോ ഡോക്ടർമാരോ ആരും ഒന്നും നോക്കുന്നില്ല, ചികിത്സിക്കുന്നൊന്നുമില്ല. അതേ കിടപ്പിൽ തന്നെ കിടക്കുകയാണ്. ഒരു വശം പാരലൈസ് ആയിപ്പോയി, നിശ്ചലമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇതുപോലെ എൻ്റെ പിതാവാണ് അവിടെ കിടക്കുന്നത്, അപ്പം പിതാവിനെ എന്താണ് ചികിത്സിക്കാതെ ഇട്ടിരിക്കുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിയാതെ ഈ വ്യക്തിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകട്ടെന്ന് ചോദിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകോളാം, ഞാൻ പറഞ്ഞു എഴുതിത്തരാമെന്ന് പറഞ്ഞു. എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1, 2, 3, 4 4-ാമത്തെ ദിവസം എൻ്റെ പിതാവ് ആശുപത്രി കിടന്ന് മരിക്കുകയാണ്.
ജൂൺ മാസം 4-ാം തീയതി ആദ്യത്തെ മരണം ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നു. ജൂലൈ മാസം 7-ാം തീയതി എൻ്റെ പിതാവ് മരിക്കുകയാണ്. ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ അസുഖങ്ങൾ, എനിക്ക് അസുഖം മാനസികമായിട്ടുള്ള പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഭൗതികമായ ജോലിക്കായി കടന്നു പോകുന്നുണ്ട്. എന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ കടന്നു പോകും. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് 16 ദിവസമുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഞാനാ മൂത്തമകൻ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 15-ാമത്തെ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ദോഷം മാത്രം ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ? ഞാൻ അതിന് വേണ്ട ചിലവും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള, എന്നോട് പറഞ്ഞ 15-ാമത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കണം, എല്ലാവരും ഇവിടെ ഉൾപ്പെടണം, എല്ലാവരെയും വിളിച്ച് വലിയ സദ്യയും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങളുടെ മുറ്റമെല്ലാം വൃത്തിയാക്കി കളം വരച്ച്, ദേവന്മാരുടെ കളമൊക്കെ വരച്ച് അവിടെ ഹോമം തുടങ്ങി നടന്നുകൊണ്ടിരിക്കുക. 16-ാം അന്ന് വെളുപ്പിന് 7 മണിയായപ്പോഴത്തേക്കിന് ഹോമം എല്ലാം തീർന്നു, ഹോമം കാര്യങ്ങളെല്ലാം തീർന്നു. എൻ്റെ പ്രായം, എൻ്റെ നാളെല്ലാം കൂട്ടി നോക്കിയിട്ട് അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇനി മരണമൊന്നും സംഭവിക്കത്തില്ല, നിങ്ങളുടെ കുടുംബത്തിലെ ശാപങ്ങളും ദോഷങ്ങളും എല്ലാം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞിരുന്ന തുകയും മേടിച്ചു എന്ത് ചെയ്തു, അവർ സ്ഥലം വിട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാലും വലിയ അസുഖങ്ങളൊന്നും മാറിയിട്ടില്ല. പല ആശുപത്രികളിലും അമ്പലങ്ങളിലും അതുപോലെ പള്ളികളിലും എല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചിട്ടൊന്നും എനിക്ക് അസുഖം ഭേദമാകുന്നില്ല. എന്നാലും ഞാനിതൊന്നും വയ്ക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അച്ഛൻ മരിച്ച് 15-16 കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആഗസ്റ്റ് മാസം 13-ാം തീയതി ആദ്യം മരിച്ച അച്ചാച്ചൻ്റെ അച്ഛൻ ചെറിയൊരു സന്ധ്യയായപ്പോൾ തന്നെ ചെറിയൊരു പനി പോലെ തോന്നി. ഞങ്ങളെല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വാഹനത്തെ പകുതി വരെ ആയപ്പോഴത്തേക്കിന് ആ വാഹനത്തിൽ തന്നെ ഇരുന്ന് മരിക്കുവാനിടയായി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അല്ലെ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമല്ലോ, അതിന് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഞങ്ങൾ അടക്കി. അങ്ങനെ 3 മാസം കൊണ്ട് 3 മരണം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു. ഞങ്ങൾ ആ ദേശത്തെല്ലാം ഞങ്ങൾ ഭയങ്കര ചോദ്യചിഹ്നമായി, നിന്ദാപാത്രമായി, പരിഹാസമായി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ 2ാമത്തെ മരണത്തിന് ശേഷം നിങ്ങൾ ഹോമം കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളത് വിടുതൽ പ്രാപിച്ചല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഈ കുറവ് ഇങ്ങനെ വരുന്നത്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ മരണം സംഭവിക്കുന്നത്? ആരുടെ ദേശത്തിന് മുന്നിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ ഒരു അനുഭവമായി വന്നു. ആരുമില്ല ഞങ്ങളെ സഹായിപ്പാൻ. ഞങ്ങളിങ്ങനെ പല വേദനയോട് കൂടെ ആക്കിയാണ്. അപ്പോഴും എൻ്റെ ഈ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് 3 മരണം സംഭവിച്ചു. അപ്പോൾ ഈ 3 മരണങ്ങൾ സംഭവിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിൽ കാര്യം നടക്കുന്നുണ്ട്. കാരണം പറഞ്ഞല്ലോ, ലോത്ത് താമസിക്കുന്ന ആ സ്ഥലത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇറങ്ങി തിരിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞിട്ടാണ്, ലോകത്തിന് സഹോദരനായിരിക്കുന്ന അബ്രഹാമിനോട് പറഞ്ഞിട്ടാണ് ദൈവം അത് നശിപ്പിക്കാൻ പോകുന്നത്. കാരണം ദൈവം നീതിമാനാണ്. ഒരു കുടുംബത്തിൽ ഒരു ദൈവത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും അനർത്ഥം വരുന്നുണ്ടെങ്കിൽ ദൈവം മുന്നമേ കാണിക്കും. ഒന്നെങ്കിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ അവരോട് പറഞ്ഞിട്ട് സുവിശേഷം പറഞ്ഞ് അവരെ ദൈവഭാഗത്തിൽ കൊണ്ടുവരാനായിരിക്കാം. എന്താണ് ദൈവത്തിന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ 3 മരണങ്ങൾ നടക്കുന്നു എൻ്റെ സഹോദരിയെ കാണിച്ചു ദൈവം, മുന്നമേ കാണിച്ചു. ഒരാഴ്ച 1 മാസം മുമ്പൊക്കെ ആയിട്ട് കാണിച്ചു. പക്ഷേ അവരോട് ആരും ചെന്ന് സുവിശേഷം പറഞ്ഞില്ല. അവർ 3 പേരും മരിക്കാനിടയായി. പക്ഷേ 4ാമതൊരു മരണം കൂടി ദൈവം എൻ്റെ സഹോദരിയെ കാണിച്ചു. 4ാമത് ഞാൻ മരിച്ചെന്നെ പെട്ടിയിലാക്കിയിരിക്കുന്നതായിട്ട് കാണിക്കാനിടയായി. അപ്പോൾ ഈ 3 മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു, എൻ്റെ അസുഖം കൂടി ഞാനൊരു മാനസിക രോഗിയെ പോലെ ആയി തീർന്നു. ജോലിക്കൊന്നും കടന്നു പോകാതെ വന്നു. ഞാൻ ഭവനത്തിൽ തന്നെ ഒരേ ഇരിപ്പായി. ആഹാരം കഴിക്കുന്നുണ്ട്, അല്പമായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല. പക്ഷെ ആരോടും മിണ്ടുന്നൊന്നുമില്ല. ഊമനായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് മുന്നിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. മരണം ഇങ്ങനെ ഓരോന്ന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസങ്ങൾ കൊണ്ട് 3 മരണം നടന്നു. 4ാമത്തെ മരണത്തിന് വേണ്ടി ഞങ്ങൾ കുടുംബത്തിൽ 3 മരണത്തിനും കുഴി വെട്ടിയ ഒരു വ്യക്തി തന്നെയാണ്. 4ാമത്തെ കുഴി ആർക്ക് വേണ്ടിയിട്ട് വെട്ടണമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, നിന്ദകളും പരിഹാസങ്ങളും കൊണ്ട് ഞങ്ങൾ നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. തന്നെയുമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പട്ടിണിയുടെ അനുഭവങ്ങൾ കടന്നു വന്നു. കാരണം ഈ 3 മരണങ്ങൾ നടന്നാലേ ഈ 4 വീട്ടിലായിട്ട് ആരുമില്ല ഞങ്ങളെ സഹായിപ്പാൻ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഒരു ദിവസം രാത്രി, ഒരു വ്യാഴാഴ്ച ദിവസം രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം മരണഭീതി എന്നെ പിടിച്ച് എന്നെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരികയാണ്. അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം പിറ്റേ ദിവസം നേരം വെളുപ്പിച്ച് ഞാൻ എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് വരും. മാനസികമായി ശാരീരികമായി ഞാൻ തളർന്നുകൊണ്ടിരിക്കുക. പിശാച് എന്നെ ഇട്ട് വലിച്ചു കൊണ്ടിരിക്കുകയാണ് കൊല്ലുവാനായിട്ട്. ആ ഒരു അനുഭവത്തിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബെഡിലേക്ക് ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല എങ്കിൽ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ സഹോദരി എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഞാൻ നാളെ നേരം വെളുത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൾ പോകുന്നിടത്ത് ഞാനും പോകാം എന്നൊരു തീരുമാനം എടുത്തു. ഒരു ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ അല്പം സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി ഇവിടെ അടുത്ത് ചെന്ന് സഹോദരിയുടെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ഇന്നപോലെ നീ എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, നമുക്ക് അവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു. ഉടനെ അവർക്ക് സന്തോഷമായി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ദൈവദാസൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ കടന്നു ചെന്നതിന് ശേഷം ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. എന്താ വന്നെന്ന് ചോദിച്ചു. നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്നെ ഇരുത്തി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു.
കഴിഞ്ഞ നാളുകൾ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. എല്ലാം ദൈവാസം എന്നോട് പറയുകയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ടി വിയിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ ശരിയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം ശരിയാണ്. ഞാനിങ്ങനെ മാനസികമായ ഭ്രാന്തിയിലാണെങ്കിലും എൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോധമുണ്ട്. ആ ബോധത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ഈ കർമ്മങ്ങൾ ചെയ്യാൻ വന്ന വ്യക്തികൾ പറഞ്ഞ് എങ്ങനെയാണ് ഹോമം ചെയ്യാൻ വന്ന വ്യക്തികൾ എങ്ങനെയാണ് പറഞ്ഞത്, അതുപോലെ തന്നെയാണ് ഈ ദേവദാസൻ പറയുന്നത്. എന്നോട് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര വിച്ചാരാധന പൂജയും കാര്യങ്ങളായിട്ടൊക്കെ കാണുന്നു കഴിഞ്ഞ നാളുകളിൽ. പക്ഷെ അത് പിന്നെ ആരാധിക്കാൻ വന്നപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ദോഷങ്ങളുണ്ട്. പിന്നെ മരണം നടന്നതിൻ്റെ ആ 5 മരണങ്ങൾ സംഭവിക്കും. 3 മരണങ്ങൾ വരെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചു. 4ാമത്തെ മരണം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വേറെ ആരുമില്ല, നിങ്ങളാന്ന് പറഞ്ഞു. എൻ്റെ നേരെ വിലച്ചുകൊണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. യേശുവിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് അല്പം ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ യേശുവിലേക്ക് കടന്നു ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ പിന്നെയും മരണത്തിൻ്റെ അനുഭവമാണ് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നാമതെ വല്ലാതൊരു പരിഭ്രാന്തിലായി. ഉടനെ പിന്നെ എന്നോട് ദൈവദാസൻ പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. എന്നോട് പറഞ്ഞ്, ആകാശവും ഭൂമി സമുദ്രങ്ങളും അതിലുള്ള സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ വെടിവെപ്പിക്കാൻ കഴിയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവരാശിയുടെയും പാവങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു അവസാനത്തുള്ള രക്തം വരെയും മാനവരാശിയുടെ പാവത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്തു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾക്ക് പകരമായിട്ട് യേശു മരിച്ചിരിക്കുന്നവരോട് പറഞ്ഞു. അതെനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. കാരണം ഞാൻ യേശുവിനെ അറിയില്ല, പിന്നെ എങ്ങനെയാണ് യേശു എനിക്ക് വേണ്ടി മരിക്കുന്നത്? ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എന്നെ പിടിച്ചു വലച്ചു. എന്തായാലും എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഇതുവരെയും രക്ഷിച്ചു വരുന്ന ദുർമാർഗങ്ങളെല്ലാം വിട്ട്, ദുർസ്വഭാവങ്ങളൊക്കെ വിട്ട്, മദ്യപാനം, പുകവലി, അങ്ങനെയുള്ള മുറുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ട് യേശുവിലേക്ക് കടന്നു വരണം. യേശുവിൻ്റെ പൈതലായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വെടിവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. യേശുവിലേക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാൻ ദൈവമായിട്ട് അംഗീകരിച്ചു. ദൈവത്തിൻ്റെ പൈതലായി പാവങ്ങളെല്ലാം യേശുവിനോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പൈതലായ ശേഷം എന്നോട് പറഞ്ഞു, ഒരു 3 ദിവസക്കാലം നിങ്ങൾ ഉപവസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപവാസം എന്താണെന്ന് എനിക്കറിയത്തില്ല, എങ്കിൽ തന്നെ ഉപവസിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ദിവസക്കാലം എനിക്ക് വേണ്ടി ഉപവസിക്കുകയാണ്. ആ ചർച്ചിൽ വെച്ചാണ്, മെഡിക്കൽ കോളേജിനടുത്തുള്ള, കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ചർച്ചാണ്. ചെറിയൊരു ചർച്ചാണ്, എങ്കിൽ തന്നെ അവിടെ ആ ഉപവാസം പ്രസിദ്ധീകരിച്ചു. 1994 ആ ഒരു ഓണനാളിലാണ്, അവധിയിലാണ് ആ സംഭവം നടക്കുന്നത്, ഉപവാസ പ്രവർത്തനം നടക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ചർച്ചിലുള്ള എല്ലാവരും ഇരിക്കുന്നത്. അധിവാസനും കുടുംബം ഇരിക്കുന്നുണ്ട്, ഞാനും എൻ്റെ സഹോദരിയുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുകയാണ്. അങ്ങനെ 1ാമത്തെ ദിവസം രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു, എനിക്കൊരു കുറവുണ്ടായില്ല. അന്ന് വൈകിട്ടത്തെ സെക്ഷൻ കഴിഞ്ഞു, ഒരു കുറവുണ്ടായില്ല. അപ്പോഴും രാത്രി ഞാൻ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനെല്ലാം പിശാചിൻ്റെ ഹൃദയത്തിൽ പറയുന്നത്, നീ മരിക്കുന്ന 4ാമത്തെ മരണം നിൻ്റേതാണ്, അതിൽ നിനക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല, നീ തന്നെയാണ് 4ാമത്തെ മരണം. അങ്ങനെ എപ്പോഴും നിരന്തരമായി എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 2ാമത്തെ ദിവസം രാവിലെ 2ാമത്തെ സെക്ഷൻ തുടങ്ങി. രാവിലെ ഉച്ചവരെ കഴിഞ്ഞു. ഒരു ഉച്ചവരെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണി വരെയാണ് അന്നത്തെ ആരാധനയും കാര്യങ്ങളൊക്കെ. എനിക്കൊരു കുറവും വന്നില്ല. 2ാമത്തെ ദിവസം വൈകിട്ടത്തെ സെക്ഷൻ ആരംഭിച്ചു, അതും തീർന്നു, എനിക്കൊരു കുറവും വന്നില്ല. ഈ 2 ദിവസം നടന്ന സംഭവങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് 3ാമത്തെ ദിവസം ഉച്ചയാകുമ്പോൾ തന്നെ തീരുമെന്ന് പറഞ്ഞു. അന്നൊക്കെ ഒരു 3 മണിയാകുമ്പോഴത്തേക്കിനാണ് ആരാധന തീരുന്നത്. അപ്പോൾ പകലത്തെ സെക്ഷൻ എല്ലാം കഴിഞ്ഞു. അവസാനം ഞാനിങ്ങനെ വലിയ പ്രയാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതുവരെ എനിക്ക് കുറവ് വന്നിട്ടില്ല. എല്ലാവരുടെ മധ്യത്തിൽ എന്നെ ഇരുത്തിരിക്കുക. എനിക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന ഏതാനും മിനിറ്റുകൾക്കകം തീരും. കാരണം അന്നത്തെ പകലത്തെ വചന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ദൈവജനമെല്ലാം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അതുവരെ കുറവില്ലാതെ വന്നപ്പോഴത്തേക്കും പിശാച് എന്നോട് പിന്നെയും പറയുകയാണ്, നീ മരണമാണ്, നിനക്ക് മരണമാണ് പറഞ്ഞിരിക്കുന്നത്, നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെടായപ്പോൾ നിനക്ക് സാധിക്കത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, എനിക്കങ്ങ് ഭയങ്കര സങ്കടം വന്നു. ഞാനിങ്ങനെ കരയുകയാണ്. ഞാൻ കരയുന്നൊന്നും ആരും കേൾക്കുന്നില്ല. കാരണം അവരെല്ലാം ഭയങ്കര സത്യാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷകളെ സംസാരിച്ചുകൊണ്ടുള്ള ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സ്വർഗത്തിലെ ദൈവം എനിക്ക് വിടുതലയച്ചു. കാരണം സ്വർഗത്തിൽ നിന്നൊരു ശക്തി എൻ്റെ മേലെ ഇറങ്ങി വന്നു. എൻ്റെ ശരീരത്തോട് ഇറങ്ങി പായത്തിലേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയതെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവികമായ സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചിട്ടില്ല ആ സന്തോഷ സമ്മാനം ആ സമയം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ യേശു എൻ്റെ മരണഭീതികൾ മാറ്റി, മാനസിക ടെൻഷനുകൾ മാറ്റി, എൻ്റെ മരണത്തിൽ എൻ്റെ കർത്താവ് വെച്ചു. തന്നെയുമല്ല എൻ്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരുന്ന ആ ശാപങ്ങളെ മാറ്റി, എൻ്റെ കുടുംബത്തിലെ മരണത്തെ എന്നേക്കുമായി മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 68-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ, ദൈവം നമുക്ക് ഉദാഹരണങ്ങൾ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തിൽ നീക്കുപോക്ക് ദൈവമായ കർത്താവിനല്ലാതെ വേറെ ആർക്കും ഇല്ല. അവനാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സകലതും നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഞാൻ വലിയ സന്തോഷവാനായി. ഞാൻ മരണം കാത്ത് ഞാൻ പോയതാണ്. അങ്ങോട്ട് പോയത് ഞാൻ ഭയങ്കര മരണഭീതിയിലാണ് ഞാൻ കടന്നു പോയിരിക്കുന്നത്. പക്ഷേ എന്നെ സൗഖ്യമുള്ളവനായി എൻ്റെ കർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഇത്ര ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് യേശുവിനെ അറിയണം.
യേശുവിനെ എനിക്ക് അറിയണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആരാണ് യേശു? യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ വചനം വായിക്കാൻ തുടങ്ങി, വചനം പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു. ഒരു പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു, ഉൽപ്പത്തി മുതൽ വെളിപ്പാടുകൾ വരെ വായിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത് പിന്നെ തുറന്ന് വായിച്ചു. എനിക്കൊരു വായനാശീലമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പിന്നെയും വായിച്ചു. ഒരു സന്ധ്യയ്ക്കൊക്കെ ഞങ്ങൾ സഹോദരിമാരൊക്കെ ആയിട്ട് ഞങ്ങൾ ആരാധിച്ച് സന്ധ്യ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും അവർ എഴുന്നേറ്റൊക്കെ അങ്ങ് പോകും, ആഹാരം കഴിച്ച് അവർ കടന്നുറങ്ങും. എന്നാലും ഞാനൊരു യെശയ്യാ പ്രവചനമൊക്കെ ഞാൻ വായിക്കുന്ന 10 അധ്യായം മറ്റുമൊക്കെ വായിച്ചിട്ട് ഞാൻ കിടക്കുള്ളൂ. അതുപോലെ എനിക്ക് ആർത്തി. ഇതെന്താണെന്ന് എനിക്കറിയണം. എന്നെ രക്ഷിച്ച ദൈവം യേശു ആരാണെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി വലിയ ആർത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാനങ്ങനെ വായിച്ചു, 1 വായിച്ചു, 2 വായിച്ചു, കംപ്ലീറ്റ് ഒന്നും മനസ്സിലായില്ല. ഞാൻ നിർത്തിയില്ല, പിന്നെയും തുറന്ന് വായിക്കാനായി ആഗ്രഹിച്ചു. അങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് മനസ്സിലായി, ഒരു ദൈവമുണ്ടെങ്കിൽ, ആകാശവും ഭൂമിയും സമുദ്രങ്ങളും സകല ജരാചരങ്ങളും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വിശ്വകർമ്മ കുടുംബത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഈ വിശ്വത്തെ മുതൽ നിർമ്മിച്ചിരിക്കുന്നത് ആ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥമായ വിശ്വകർമാവ് ആരാണെന്ന് എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം, 1-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ മുതൽ നമ്മൾ നോക്കുമ്പോൾ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയ അനർത്ഥമായി തീർന്നു. പിന്നെ എനിക്ക് ദൈവം, ഞങ്ങൾ വീടിനടുത്തായിട്ടൊരു ബൈബിൾ കോളേജ്, അവിടെ നമുക്ക് ഭൗതികമായിട്ടുള്ള ജോലിക്ക് കടന്നു പോകുന്നവർക്ക് പഠിക്കത്തക്ക രീതിയിലായിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 6:30 വരെയുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു 4 വർഷക്കാലം തുടർച്ചയായിട്ട് ഇങ്ങനെ അതിന് പഠിക്കാനിടയായി തീർന്നു. പക്ഷേ എനിക്ക് പിന്നെ ഈ രാത്രി ദർശനങ്ങളിലാണ് ദൈവം എന്നോട് ഇടപെടുന്നത്. ഇങ്ങനെ രാത്രി ദർശനങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു ദിവസം രാത്രി എന്നെ കാണിച്ചത്, ഒരു വാളം പിടിച്ച ഒരു മനുഷ്യൻ എന്നെ ഓടിക്കുകയാണ്, വെട്ടാൻ വരികയാണ്. ആ മനുഷ്യനിൽ നിന്ന് വെട്ടുകൊള്ളാതെ ഞാൻ മുന്നോട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓടി ഞാൻ അണച്ചു. അങ്ങനെ ഒരു വഴിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഓടി അങ്ങോട്ട് പോകുമ്പോൾ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് ഞാനിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ അണച്ചു നിൽക്കുമ്പോഴത്തേക്കും ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഓടുന്നത്, എന്താണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടില്ലേ, ഒരു മനുഷ്യൻ്റെ വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വരുന്നു എന്നെ വെട്ടാനായിട്ട്. ഇതിൽ ആ മനുഷ്യനോട് പറഞ്ഞു, വെട്ടത്തില്ല. അടുത്തൊരു കുളമുണ്ട്, ഒരു കുളം അവിടെ കാണിച്ചിട്ട് ആ കുളം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ കുളത്തിലിറങ്ങി കുളിച്ചാൽ മതി, നിങ്ങൾ മരിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കിത് അറിയത്തില്ല, എൻ്റെ ദർശനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം എന്നോട് പറഞ്ഞു, ഇത് പറ്റുന്നുമല്ല, സ്നാനത്തെക്കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്, നീ സ്നാനപ്പെടണമെന്നുള്ള ഒരു ചിന്തയാണ് കാണിച്ചിരിക്കുന്നത് പറഞ്ഞു. വെറ്റിയാഴ്ച ഞാൻ ആദ്യമേ ദേവദാസൻ്റെ അടുത്ത് ചെന്നപ്പം, ആരാധനയ്ക്ക് ചെന്നപ്പോഴത്തേക്കും ആദ്യമേ ഞാൻ ഇതാ പറഞ്ഞത്, കർത്താവിൻ്റെ ദാസനെ എനിക്ക് സ്നാനപ്പെടണം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നടക്കത്തില്ല, നീ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്, കാരണം വചനം എന്താണെന്ന് എനിക്കറിയില്ല, വചനം നീ പഠിക്കണം, യേശു ആരെന്ന് നിനക്ക് മനസ്സിലാക്കണം, സുവിശേഷം എന്താണെന്ന് അറിയണം. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് 1 വർഷങ്ങളെ കഴിയാതെ സ്നാനപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഇപ്പോൾ ഒരു 1-2 സ്നാനങ്ങൾ കഴിഞ്ഞുള്ളൂ. അപ്പം വേറെ ആരും സ്നാനപ്പെടാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പേരെ ഒന്നിച്ച് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ അങ്ങ് നിരാശയായിട്ട് ഞാൻ ഭവനത്തിലേക്ക് അന്ന് ആരാധന കഴിഞ്ഞു പോയി. എങ്കിൽ ഞാൻ തുടർച്ചയായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ് എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1994 ഞാൻ രക്ഷിക്കപ്പെട്ടു. 95 ജനുവരി മാസം 28-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ മാത്രമല്ല, ആരുമില്ല എന്ന് പറഞ്ഞെടുത്ത് എൻ്റെ പുറകിൽ ഒരു 16 പേരും കൂടെ, അങ്ങനെ ഞങ്ങൾ 17 പേര് ജലത്തിൽ ദൈവത്തെ സാക്ഷീകരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. അനേകർ സ്നാനമെന്ന് പറഞ്ഞ് പല വ്യാഖ്യാനങ്ങൾ അത് കൊടുത്ത് മാറി നിൽക്കുമ്പോൾ, ഞാനൊരു ഹൈന്ദവനായിരിക്കുന്ന എനിക്ക് അതിൻ്റെ മർമ്മം, അതിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നിട്ട് ദൈവം എന്നെ സ്നാനപ്പെടുത്തി. ആ ദൈവത്തിന് ഞാൻ കോടാനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് എൻ്റെ 3 സഹോദരിമാരുടെ വിവാഹങ്ങൾ നടന്നു. അതിനുശേഷം എനിക്ക് വിവാഹത്തിൻ്റെ സമയമായല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടി ആരാലോചനയ്ക്ക് പോകും? കാരണം പിതാവിൻ്റെ സഹോദരന്മാരെല്ലാം അധ്വാനികളാണ്. തന്നെയുമല്ല, അവർക്ക് ഹൈന്ദവ രീതിയിലുള്ള ഒരു ആലോചന അവർക്കറിയത്തുള്ളൂ. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ മാത്രമേ, ഒരു മകളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ ഞാൻ തീരുമാനിച്ചു. കാരണം ഇനി ഞാൻ പുറകോട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വന്നുകൊണ്ട്, അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു കുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വേണ്ടി ആലോചനയ്ക്ക് പോകാനായിട്ട് ആരുമില്ല. അപ്പം നീ തന്നെ എനിക്കൊരു പെൺകുട്ടിയെ കാണിച്ചു തരണം, നല്ല തക്ക ഒരു തുണ എനിക്ക് കാണിച്ചു തരണം. അത് തന്നെയല്ല, ഒരു കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, വേറൊരു കുട്ടിയെ കാണുക, അങ്ങനത്തെ പരിപാടി എനിക്ക് പറ്റത്തില്ല. ഒറ്റ കുട്ടിയെ ഞാൻ കാണും, കുട്ടിയെ എനിക്ക് കെട്ടിച്ചു തരുന്ന കുട്ടിയായിരിക്കണം ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂഡിയ ചർച്ചക്കോട്ടിൻ്റെ പഴയ ചർച്ച ആയിരിക്കുന്ന ചിങ്ങവനം ദേശത്ത് തന്നെയുള്ള ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ തൊട്ടടുത്ത്, അപ്പോൾ എനിക്ക് ആ ചർച്ചൊന്നും അറിയത്തില്ല എങ്കിലും ആ ചർച്ചിൻ്റെ അടുത്ത് ഞാൻ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു. അതിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ജോലിക്ക് വന്നത്. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ കൂടെ തന്നെ 8-10 സഹോദരന്മാരുണ്ട് വേറെ ജോലിക്കുള്ള. അവരെല്ലാം എന്നെ പോലുള്ള ചെറുപ്പക്കാരൊക്കെയാണ്. അവരെല്ലാം ഈ ഇടവേള സമയങ്ങളിലൊക്കെ ചെന്ന് ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറയും.
പുകവലിക്കുകയും മുറുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞാനതെല്ലാം മാറി നിൽക്കുകയാണ്, അവരെന്നെല്ലാം ഒഴിഞ്ഞിങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ അവിടുത്തെ ആൻറ്റി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു, തന്നെ ഇവരുമായിട്ട് ഇങ്ങനെ സ്ഥലപ്പിക്കാതെ പുകയൊന്നും വലിക്കാതെ മുറുക്കാതൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഇതുപോലെ ഞാൻ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ, പക്ഷേ ഞാനിപ്പോൾ രക്ഷിക്കപ്പെട്ടു യേശുവിൻ്റെ പൈതലാണ്, അതുകൊണ്ട് ഞാൻ അതിൽ ഉപേക്ഷിച്ചൊക്കെ മാറിയിരിക്കുന്നു പറഞ്ഞു. അപ്പം വിവാഹം കഴിച്ചാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, കല്യാണം കഴിക്കണം. എങ്ങനെയുള്ള കുട്ടിയൊക്കെ കല്യാണം കഴിക്കും? ഞാൻ പറഞ്ഞു യേശുവിൻ്റെ ഒരു പൈതലിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂഡിയ ചർച്ചിൻ്റെ ഇവിടെ പുതിയ കെട്ടിടമുണ്ട്, അവിടെ ബൈബിൾ കോളേജ് പഠിക്കാൻ വന്നിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ബ്രോക്കറായിരുന്നു ആ സഹോദരി ആൻറ്റി, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ആൻറ്റി എന്നെ കൂട്ടിക്കൊണ്ട് ഇവിടെ ചർച്ചിൽ വന്നു. ചർച്ചിലെ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. കാരണം എന്നെപ്പോലെ തന്നെ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് 10 മക്കളിൽ 5 ആണും 5 പെണ്ണുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ദേശത്ത് ഒരു വലിയൊരു അമ്പലമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, ഒരു ഭയങ്കര പാരമ്പര്യമായിട്ടുള്ള കുടുംബമാണ്. അവിടെ ദൈവം ഈ 10 മക്കളിൽ ദശാംശം പോലെ 10-1 തിരഞ്ഞെടുത്തതാണ് നീ തന്നിരിക്കുന്ന ദാസി. അങ്ങനെ ആ പെൺകുട്ടിയുടെ സാക്ഷിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിനക്കുള്ള പെൺകുട്ടി ഇതാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു. അവിടുത്തെ ആൻറ്റിയോടും അമ്മച്ചാനോടൊക്കെ പറഞ്ഞു. അവരുടെ നേതൃത്വത്തിൽ എനിക്ക് 1996 ഫെബ്രുവരി മാസം 15-ാം തീയതി എൻ്റെ വിവാഹം ഇവിടെ വെച്ച് നടത്തി തന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് പിന്നെ ജീവിക്കുക മുന്നോട്ട് പോയി. ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി. 1999 മാറി ഞങ്ങളൊരു ഇരുൾ നിറഞ്ഞ ഒരു അന്ധകാരം നിറഞ്ഞ ഒരു ദേശത്തേക്കാണ് ഞങ്ങൾ കടന്നുപോയത്, അവിടെ താമസിക്കാനായിട്ട് കടന്നുപോയത്. മദ്യവും മയക്കുമരുന്നും വഴക്ക്, അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ രീതിയിലും ലജ്ജകരമായിട്ടുള്ളൊരു ദേശത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ കടന്നുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ സുവിശേഷം അറിയിക്കാനിടയായി. അവിടെ അങ്ങനെ സുവിശേഷം അറിയിച്ചു. ഓരോ വീടുകളും കുടുംബങ്ങളും വ്യക്തികളും വിടുവിക്കപ്പെടുവാനിടയായി. ആ ദേശത്ത് ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു പറഞ്ഞ കർത്താവിൻ്റെ പ്രകാശം ആ ദേശത്ത് പ്രകാശിക്കുവാനിടയായി. അനേകർ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടു. മദ്യപാനികളും മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നവരും അങ്ങനെ അശ്ലീല പ്രവർത്തനങ്ങൾ ഇടപെട്ടിരുന്നവരെല്ലാവരും വിടുവിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അവിടെ നടന്നു. ഞങ്ങൾ മുഖാന്തരം അവിടെ ഒരു സഭ ഉടലെടുക്കുവാനിടയായി തീർന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായ കാര്യങ്ങളാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് വേറെ ദേശത്തേക്ക് കടന്നുപോയി താമസിക്കുവാനായിട്ട്, വാടകയ്ക്കായിട്ട് കടന്നുപോയി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടന്നു. എന്നാൽ ഞങ്ങൾ ഒരിടത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ കോട്ടേജ് മീറ്റിംഗ് നടക്കുകയാണ്. വലിയ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ. ഭയങ്കര ആരാധന വെച്ചാൽ നിയന്ത്രിക്കാൻ വയ്യാത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദേശത്തുനിന്ന് ക്രിസ്തു വിരോധികളായിട്ടുള്ള ആൾക്കാരെല്ലാം കടന്നു വന്നു. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിരന്നു ഞങ്ങളെ ഉപദ്രവിക്കണം, ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടണം, ഞങ്ങളിവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എങ്ങനെയാണോ ദേവദാസൻ ഒരു രീതിയിൽ ഇവിടെ ഞങ്ങൾ പറഞ്ഞു വിട്ടു, ദേവദാസൻ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങളെ പിടിക്കൊന്നായി. പിന്നെ പിറ്റേ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം വെള്ളം വെച്ച് ചെയ്തവളെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം ഭവനത്തിലേക്ക് അങ്ങ് പോയി. ഞങ്ങൾ അവിടെ തന്നെ ആരോടൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ മിണ്ടാതെ ഇങ്ങനെ നിന്നു. നേരം വെളുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ അതിലെ വഴിയിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ ഇവരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ദൈവം അവരെല്ലാം സന്ദർശിച്ചു. ഞങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളായി അവിടെ തന്നെ നിന്നു. ദൈവം അവരെല്ലാം സന്ദർശിച്ചു. അതിൽ പലരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോരോ ശോധനകൾ കടന്നു വരികയാണ്, കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരികയാണ്. അതിനൊന്നും തരണം ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഇതിന് കാരണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണമായ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്, എന്നാലും പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ഇറങ്ങാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത. എത്രയെല്ലാം ഞാൻ ജോലി ചെയ്തുകൊണ്ട് വന്നാലും ഓട്ടസഞ്ചരിയിടുന്ന അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. 2012 എൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിക്ക് സന്ധിവാതം എന്നൊരു അസുഖം ഉണ്ടായി. 4 മാസക്കാലം ഒരുപോലെ കിടപ്പായി. എഴുന്നേൽക്കാൻ മേല. എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതെല്ലാം ഞാനാണ്. എന്നിട്ട് കൊണ്ട് പല്ല് തെപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്. പ്രൈമറി പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ആൺപിള്ളേർ, അവരെ നോക്കണം. അതുപോലെ തന്നെ എൻ്റെ മാതാവും ഞങ്ങളുടെ കൂടെയാണ്. മാതാവ് രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു, സ്നാനപ്പെട്ടു, സഭയോട് ചേർന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഉണ്ട്. എന്നാലും ഞങ്ങൾ വാടക കൊടുക്കാൻ 3-4 മാസത്തെ വാടക കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങളെ അവരെ ഇറക്കി വിടുമെന്നായി. അങ്ങനെ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനൊന്നുമില്ല. ഭയങ്കര ക്ലേശങ്ങളാണ്. ഞങ്ങളെ സഹായിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് ആരുമില്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരുമില്ല, സഭയിൽ നിന്ന് ആരുമില്ല. ഞങ്ങൾ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ഇങ്ങനെ കിടക്കുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. ഇങ്ങനെ കിടന്നപ്പോൾ എൻ്റെ ഭാര്യ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ കിടന്ന് മരിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ദൈവവേല ചെയ്യാമെന്നുള്ള ദൈവത്തിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ച് എന്ത് ചെയ്തു, എൻ്റെ മുകളിൽ കിടക്കുന്ന ബെഡിൻ്റെ താഴെ നിലത്ത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇതിൻ്റെ വേല ഞങ്ങൾ പൂർണ്ണമായി ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതുവരെ 4 മാസക്കാലമായിട്ട് ഒരേ കിടപ്പിൽ കിടന്ന എൻ്റെ ദാസി അല്പസമയം കഴിഞ്ഞപ്പോൾ
അവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾ മരുന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പൈസയില്ല. ഒന്നിനും പൈസ ഇല്ലാത്ത അനുഭവത്തിലാണ് ദൈവം അവിടുന്ന് വിടുവിക്കുന്നത്. അങ്ങനെ വിടുവിച്ചു. അവിടെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു. എന്നാലും വാടക കൊടുക്കണം, വീട്ടിലെ വാടക കൊടുക്കണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണം, ഞങ്ങളുടെ വീട്ടിലെ ചിലവൊക്കെ നടക്കണം. പിന്നെ ഞാൻ ഭൗതികമായിട്ടുള്ള ജോലിക്കാൻ കടന്നുപോയി പോവുക. പക്ഷേ എത്രയെല്ലാം ഞാൻ അധ്വാനിച്ചുകൊണ്ട് വന്നാലും കുടുംബത്തിലൊന്നും തികയുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ ദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച് അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അവസാനം ഞങ്ങൾ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് വീട്ടിൽ വന്ന് നിങ്ങൾ താമസിക്കുമ്പോൾ ആൻറ്റി ഞങ്ങളെ വിളിച്ചു. നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട പിള്ളേരല്ല, നിങ്ങൾ ഇവിടെ വാ. അതായത് ഞങ്ങളുടെ പ്രേഴ്സൽ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൻ്റെ ഒരു പ്രേഴ്സലുണ്ട്. ആ പ്രേഴ്സലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനക്കാരിയാണ് എൻ്റെ ദാസി. അങ്ങനെ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഇവിടേക്ക് പിന്നെ ആരാധനയ്ക്കായി കടന്നു വന്നു. അവിടെയാണ് ഇപ്പോഴും ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നു. അപ്പം ഈ ചർച്ചിൽ കൂടുന്ന ഒരു ആൻറ്റി എല്ലാ വർഷവും ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 21 ദിവസക്കാലം അവരുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന വർഷത്തിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ 21 ദിവസക്കാലം ദിവസം ഇരിക്കുകയാണ്, മുഴങ്കാലം മുടക്കി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ദൈവാസനങ്ങളിലൂടെ ആലോചന ഉണ്ടായി. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ അവസാനമായി ദിവസത്തിൽ ഞാൻ ഇന്നത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാനിടയായി. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സ്ഥാപക പ്രസിഡന്റ് ആയിരിക്കുന്ന തമ്പിച്ചാൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നപോലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ തമ്പിച്ചാനോട് സാക്ഷ്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തമ്പിച്ചാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ബൈബിളെല്ലാം പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ 4 വർഷത്തെ ഞാൻ ഭാഗ്യമായിട്ടുള്ള ഈ സായന ക്ലാസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും പോരാ, നമുക്കിവിടെ ബൈബിളൊന്നും ഉണ്ടല്ലോ, നീ അവിടെ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 വർഷക്കാലം ഞാൻ തമ്പിച്ചാൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ പഠിക്കാൻ ഇടയായി തീർന്നു. പക്ഷെ പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര എങ്ങനെ ഞങ്ങൾക്ക് വാടക കൊടുക്കണം, അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഞാൻ നാളെ ബൈബിളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. പഴയ ന്യൂയുടെ ചർച്ച കോഡിൻ്റെ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിക്കാനായിട്ട് അവർ ഞങ്ങൾക്ക് അനുവാദം തന്നു. അന്ന് പോലെ ഞങ്ങൾ ഇവിടെ താമസിക്കാം. അങ്ങനെ 5 വർഷക്കാലം ദൈവം ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചു. അതെല്ലാം വലിയ വാടക പോലെ കൊടുക്കാതെ ഞങ്ങൾ താമസിക്കാനിടയായി. ഞാൻ ബൈബിളിൽ കടന്നു ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഒരു ബുക്കും ഒരു പേനയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബുക്ക് മേടിക്കാനൊന്നും പൈസ എൻ്റെ കയ്യിലില്ല. പിള്ളേരുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ എല്ലാം ദൈവം ഭംഗിയായി നടത്തി. എന്നോടൊപ്പം ആ വർഷക്കാലം ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്ന ഒരു സഹോദരൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് പഠനം പൂർത്തിയാക്കി അവൻ പോയി. എന്തോ ഒരു കാരണം കൊണ്ട് പോവുകയാണ്. അവൻ ഉപയോഗിക്കാനായിട്ട് മേടിച്ചു വെച്ചിരുന്ന ആ ബുക്ക് മുഴുവൻ അവിടെ ഇരുന്നു. അവസാനം എന്തെടുത്തു? ഞാനത് ഉപയോഗിച്ച് ഞാൻ പഠിക്കാനിടയായി. പേനായും ബുക്കുമെല്ലാം ദൈവം എനിക്ക് കൊണ്ട് കരുതി. ദൈവനോട് പറഞ്ഞ് അതെടുത്തു, നിനക്കുള്ളതാണ്. ഞാൻ ഞങ്ങളതെല്ലാം ഉപയോഗിച്ചു ഞാൻ പഠിക്കാനിടയായി. 2-ാമത്തെ വർഷം അതുപോലെ തന്നെ. അങ്ങനെ ഞങ്ങൾ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പിറ്റേ ആഴ്ച ഇറങ്ങാനായിട്ടെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് കൊറോണ വന്നത്. പിറ്റേ ആഴ്ചക്കാലം എല്ലാ ചർച്ചകളും അടച്ചു, ലോക്ക്ഡൗണായി. നമ്മുടെ ഈ കേരളത്തിലെല്ലാം മൊത്തം ലോക്ക്ഡൗണായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാവുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗോസ്പൽ ചർച്ച്, ഞങ്ങളുടെ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ 10 ദൈവാസന്മാരുണ്ട്. വിവിധ സഭയിലുള്ള ദൈവാസന്മാരാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെല്ലാം ഐക്യതയോടെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഇങ്ങനെ ജില്ലകളിലെല്ലാം ഞങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അധികമായി എല്ലാം പ്രയോജനപ്പെട്ടെങ്കിലും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ വഴി നടത്തി. ആ ബൈബിളിൽ പഠിച്ച സമയത്തെല്ലാം ദൈവം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ദൈവം ഭദ്രമായി നടത്തി. ഒന്നിനും മുട്ടില്ലാതെ ദൈവം നടത്തി. തന്നെയുമല്ല, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു ദൈവം. 1997 ജൂൺ മാസം 6-ാം തീയതി ഞങ്ങൾക്ക് മൂത്ത മകൻ ജനിച്ചു. അവൻ ജനിക്കുമ്പോൾ തന്നെ അവൻ പിറവിയാലെ തന്നെ അവൻ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അവൻ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നതാണ്. ഉപവാസമായാലും പ്രാർത്ഥനയായാലും കണ്ണീരായാലും ദൈവം ഞങ്ങൾക്ക് അവനെ മടക്കി തന്നു. 8-ാമത്തെ മാസം അവനെ ഓപ്പറേഷൻ ചെയ്തെടുക്കുകയായിരുന്നു. അവന് ബുദ്ധിക്ക് വളർച്ചയില്ല, ശരീരത്തിന് വളർച്ചയില്ല, കണ്ടാൽ ഒരു രൂപമായിരിക്കുന്ന അനുഭവം. ഒരു ദൈവം അവനെ വളർത്തി അവനെ നഴ്സറി കൊണ്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നൊരു അക്ഷരം അവന് അനേക പ്രാവശ്യം എഴുതി കൊടുത്ത് അവൻ എഴുതാൻ അറിയത്തില്ല. അവസാനം ആ ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അവൻ്റെ മാതാവ് കണ്ണീരോട് നിലവിളിയോട് ദൈവസന്നിധിയിൽ ചെന്നു പ്രാർത്ഥിക്കുവാനും ഉപസിക്കുവാനും ഇടയായിത്തീർന്നു. എൻ്റെ കുഞ്ഞിന് പഠിക്കാനുള്ള ബുദ്ധി ഞാനും എൻ്റെ കർത്താവ് നൽകി. 1 മുതൽ അവൻ പഠിച്ചു. 10-ാം ക്ലാസ്സിന് പാസ്സായി. 10 കഴിഞ്ഞ് പിന്നെ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിർബന്ധം കൊണ്ട് അവൻ പിന്നെയും പഠിക്കാനിടയായി. +1 +2 പാസ്സായി. പിന്നെ അവൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ നിർബന്ധിച്ച് അവനെ ഡിഗ്രിക്ക് വിട്ടു. അവിടെയും ദൈവം അവന് വിജയം കൊടുത്തു. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവം, നിങ്ങളിൽ ജ്ഞാനമുള്ള കുറവുള്ളവൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കട്ടെ. ദൈവത്തിന് വചനത്തിൽ വായിക്കുന്ന പോലെ സകലത്തിനും കാരണബോധനായിരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സേവിക്കുന്നവർക്കൊന്നിനും ഒരു മുട്ടിനും കുറവില്ല.
അപ്പം ഇപ്പോൾ അങ്ങനെ കുഞ്ഞ് ഡിഗ്രി വരെ പഠിച്ചു. പിന്നെ അവസാനം ബികോം എല്ലാം പാസ്സായി. അവനിപ്പം ന്യൂഡിയൽ ചർച്ച് കോഡിലെ തമ്പിച്ചാൻ ഫൗണ്ടറായിരിക്കുന്ന തമ്പിച്ചാൻ്റെ രണ്ടാമത്തെ മകൻ വിനു തമ്പിയുടെ കൂടെ കൽക്കട്ടയിൽ അവിടെ ദേവവേലയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവിടെ ഓഫീസിൽ വർക്കും ചെയ്യുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇളയതുമായിട്ട് അവന് 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവനുണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മിഷണന്മാരൊക്കെ ഒത്തിരി പേര് വരും. അമേരിക്ക, ജർമ്മനി, അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങളിൽ നിന്ന് മിഷണന്മാർ വരും. ഒത്തിരി മിഷണന്മാർ വരും, ആഴ്ചയിൽ വരും. അപ്പോൾ ഇവിടുന്ന് 2-3 പേരാണ് ഇവരെ കൊണ്ട് നടക്കുന്നതും ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അതെല്ലാം എൻ്റെ മൂത്തമകനെ ഒരു ദിവസം വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ മുന്നിൽ ഏത് ആഹാരം വേണ്ടെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മറ്റുള്ള തായ്പന്മാരും മതാന്മാരും അവരെല്ലാം പറഞ്ഞു ഇന്ന ഒരു ആഹാരം വേണമെന്ന് വെച്ച് അവരെല്ലാം കൊടുത്തു. പക്ഷേ ഇവനെന്നാ കഴിക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവൻ ഇതിനകത്ത് ഒന്നും അവൻ അറിയത്തില്ല, ഏതാ പറയേണ്ടതെന്ന് പേരറിയത്തില്ല, അവൻ കഴിച്ചിട്ടില്ല. അപ്പം അവസാനം പിന്നെ അവനൊരു വേർത്ത പോലെ ആയിപ്പോയി. എന്നിട്ട് അവന് ഇതെല്ലാം മടക്കി അങ്ങ് വെച്ചിട്ട് പിന്നെ അവൻ രണ്ടാമതൊന്നുകൂടെ ദൈവാത്മ പറഞ്ഞെടുത്ത് നോക്കാൻ പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്ത് അവന് പരിചയമുള്ള ഒരു ആഹാരം ഉണ്ടായിരുന്നു. അവൻ അതിന് ഓർഡർ ചെയ്തു. എന്നോട് ഇത് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക്, അച്ഛാ ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പഴയൊരു കാര്യം ദൈവം എന്നെ ഓർപ്പിച്ചു. കാരണം ദൈവമാർക്കും കടക്കാരനില്ല. എൻ്റെ കുഞ്ഞ് 3ാം ക്ലാസ് പഠിച്ചു വെച്ചിട്ട് അവൻ്റെ വൈകുന്നേരം പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവന് കഴിക്കാൻ ആഹാരമൊന്നുമില്ല. അതുപോലെ ഞങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു സംഭവമാണ്. അത് 10-14 ദിവസക്കാലം ഞങ്ങൾക്ക് ആഹാരമില്ലാതെ ജോലിയില്ലാതെ ഞാൻ ഭാരപ്പെട്ട്. അപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞ് അംഗൻവാടി പഠിക്കുക. അവൻ അംഗൻവാടിയിൽ നിന്ന് അവന് കൊടുക്കുന്ന ആ ഉപ്പുമാവ് അവൻ അവിടെ വെച്ച് കഴിക്കും. അത് കഴിയുമ്പോഴത്തേക്കിന് മിച്ചമുള്ള ഉപ്പുമാവ് എന്ത് ചെയ്യും, അവൻ കൊണ്ടുപോയിരിക്കുന്ന ടിഫിൻ ബോക്സിനകത്ത് കൊടുത്തു വിടും. അത് നോക്കിയിരിക്കുക എൻ്റെ മൂത്ത മകൻ. അവനത് വണ്ടെന്ന് കഴിഞ്ഞ് ഇവനത് കൊടുക്കും. അവൻ സന്തോഷത്തോട് കൊടുക്കും. അവനത് വാരി തിന്നും ആർത്തിയോടെ. ദൈവം ഇങ്ങനെ അവനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുത്തി വിദേശികളുമായിരുന്നു ആഹാരം കഴിക്കുന്നു പറഞ്ഞപ്പം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്ന ചിന്തത, ഈ മാർഗം കടക്കാരനല്ല. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ, നിന്ദകൾ പരിഹാസങ്ങൾ ദുഷികൾ സഹിച്ചാൽ ദൈവം അതിനിരട്ടി മടങ്ങി നന്മകൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ആർക്കും കടക്കാരനല്ല. അങ്ങനെ അനുഭവങ്ങൾ പോയി. ഇപ്പോഴും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചക്കാലം ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, 1000 അക്ഷരം എഴുതാൻ അറിയാൻ വയ്യാത്ത കുഞ്ഞ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കും, ഹിന്ദിയും സംസാരിക്കും. കഴിഞ്ഞ ആഴ്ചക്കാലം അവൻ ഇംഗ്ലീഷിൽ ദൈവവചനം സംസാരിക്കാൻ ഇടയായി തീർന്നു. എൻ്റെ ദൈവത്തെ ഞാൻ അധികമായി സ്തുതിക്കുന്നു. സകല മാനവും മൊത്തം കർത്താവിനെ അർപ്പിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ പൈതലാണെങ്കിൽ ഞാൻ ബൈബിളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഡിഗ്രി പഠിച്ച് അവന് PG പഠിക്കാനായിട്ട്, ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ PG പഠിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണമായിരുന്നു. സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഒന്നുമില്ല. കാരണം ഞാൻ ബൈബിളിൽ പഠിക്കുകയാണ്, ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ കഴിഞ്ഞുള്ള സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ കാരണം താമസിക്കുകയാണ് പഠിത്തം തുടങ്ങിയതും പരീക്ഷയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവനൊന്നും മിണ്ടാതിരിക്കുന്നത്. നേരത്തെ അലോട്ട്മെൻറ്റുകൾ ഓരോ നടന്നുകൊണ്ടിരിക്കുക. അവസാന അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ചോദിക്കുന്നു, നേരം പറഞ്ഞ് അവസാനത്തെ അലോട്ട്മെൻറ്റ് ആകാൻ പോവുകയാണ്, വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച് അവനോട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപേക്ഷ കൊടുത്തു. പക്ഷേ അവസാനത്തെ അലോട്ട്മെൻറ്റ് എൻ്റെ കുഞ്ഞിന് അവിടെ അഡ്മിഷൻ കിട്ടിയാണ് PG പഠിക്കാൻ. എങ്കിൽ ആദ്യത്തെ ചേരാൻ തന്നെ ഉള്ള പൈസ പോലും ഇല്ല. പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടി അക്കൗണ്ടിൽ ദൈവം അവിടെ കരുതിയെന്ന് പൈസകളും. അങ്ങനെ ആദ്യത്തെ 2 വർഷമാണുള്ള PGകൾ. അങ്ങനെ ഒന്നാമത്തെ വർഷത്തിൻ്റെ 2ാമത്തെ സെമസ്റ്റർ ആയപ്പോഴത്തേക്കിന് അതിന് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ എൻ്റെ കുഞ്ഞ് വളരെയധികമായി ബുദ്ധിമുട്ടുകയാണ്. കൂടെയുള്ള പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഫീസ് കൊടുത്തു. എൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതെ ടീച്ചർ ചോദിച്ചു, എന്താണ് ഫീസ്? ഫീസ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ പരീക്ഷ എഴുതിക്കത്തുള്ളൂ. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 30-ാം തീയതി തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയും കണ്ണീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2 വർഷത്തിന് 4 സെമസ്റ്ററാണ്. അപ്പോൾ 4 സെമസ്റ്ററിൻ്റെ പൈസകൾ കൊടുത്തെങ്കിലേ ഉള്ളൂ 4 സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതി കൊടുത്തത്. ആദ്യത്തെ വർഷത്തിന് 2ാമത്തെ സെമസ്റ്ററിന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഫീസ് അടയ്ക്കാനില്ല വന്നത്. അങ്ങനെ അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്തു. 2 വർഷത്തേക്കിന് 4 സെമസ്റ്ററിന് എത്ര രൂപ ആവശ്യമാണ്, അത് മുഴുവൻ എൻ്റെ കുഞ്ഞാണ് ആദ്യമായിട്ട് അടയ്ക്കുന്നത്. പ്ലീസല്ലോ, കർത്താവിൻ്റെ വലിയ കാര്യം അവിടെ പ്രവർത്തിച്ചു. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ 2 സെമസ്റ്ററിൻ്റെ പൈസ അടച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് 4 സെമസ്റ്ററിൻ്റെയും പൈസ അടച്ച് ആദ്യമായി അവനെ പരീക്ഷ എഴുതുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ അത്ഭുതം. അവനിപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന അനേകരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. തകർന്നു പോയ കുടുംബങ്ങളെ ചേർത്ത് കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു.
അങ്ങനെ ഞങ്ങളിപ്പോൾ യൂണിയർ ചർച്ചക്കോടിൻ്റെ ഹെഡ് ഓഫീസ് ആയിരിക്കുന്ന അവിടുത്തെ പ്രദേശത്തിൽ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റൽ ടീമിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ എല്ലാ രീതിയിലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോഴും വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെ വിവാഹം നടന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ദേവദാസന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചു. കർത്താവ് നടത്തിയ വിധങ്ങൾ ഒത്തിരി വലുതാണ്. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ലല്ലോ. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ലെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അത് സത്യമാണ്. കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അത് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവം ആ സ്ഥിതിക്കൊക്കെ തീർച്ചയായിട്ടും മാറ്റം വരുത്തും. ദൈവം മാറ്റം വരുത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണല്ലോ നമ്മൾ കേട്ടത്. പിന്നെ കർത്താവിൻ്റെ ദാസനെ ദൈവം കുടുംബമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഭാവി കാര്യങ്ങൾ കർത്താവ് ഒരുക്കി കൊടുക്കട്ടെ. ദൈവദാസന് താമസിക്കാൻ നല്ലൊരു ഭവനം ദൈവം ഒരുക്കി കൊടുക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഒത്തിരിയധികം നന്ദിയും സ്നേഹവുമുണ്ട്. താങ്ക് യു പാസ്റ്ററെ. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ സ്തോത്രം. പരിശുദ്ധനാദിയമേ സർവ്വപിതാവേ അനുഗ്രഹമേറിയ നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ച. ഈ സമയം ജോയ്സ് ടി വിയിലൂടെ കർത്താവ് കേൾക്കത്തക്ക രീതിയിൽ എൻ്റെ സാക്ഷ്യത്തെ പ്രോത്സാഹിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ചന്നു. പ്രേക്ഷകരെല്ലാം നിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ മാനസികാവസ്ഥയിലോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോയ്സ് ടി വിയിലൂടെ അനേകർ പിന്നെയും സാക്ഷ്യമായി കടന്നു വരുവാനും അനേകർക്ക് അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കാരണമാക്കി സ്വർഗ്ഗം ധരിക്കണം. ജോയ്സ് ടി വിയിലെ ആൻറ്റി മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവരെ ചെറുതും വരുമ്പോഴുള്ള എല്ലാ വിഷയത്തിനും കർത്താവിൻ്റെ കരം വയ്ക്കണം. കാലം ജോയ്സ് ടി വിയിലൂടെ സാക്ഷ്യം കേട്ട എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി കൂടി സമർപ്പിക്കുന്നു. അവരെല്ലാം ദൈവത്തെ അറിയുവാൻ ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും എൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കിട്ടിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.